വിശിഷ്ടാതിഥിയായി എത്തിയിട്ടുള്ളത് പ്രസാർ ഭാരതി കോർപ്പറേഷൻ ഡയറക്ടർ ശ്രീ കെ സതീഷ് നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടെ അനുഗ്രഹ പ്രഭാഷണത്തിനായി ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട സദസ്സിന് നമസ്കാരം. സ്വാഗത പ്രാസംഗത്തിൻ്റെയും എൻ്റെ സുഹൃത്ത് ശ്രീ കുമാറിൻ്റെയും നല്ല വാക്കുകൾക്ക് നന്ദി. കുമാരി മമത മോഹൻദാസ് ജി, മിസ്റ്റർ കുമാർ, വേദിയിലെ അമ്പലവുമായി ബന്ധപ്പെട്ട മറ്റ് വിശിഷ്ട വ്യക്തികളെ, വെണ്ണല തൈക്കാട്ടപ്പൻ തിരുസന്നിധിയിൽ ഇന്നത്തെ ഈ പരിപാടിക്കായി സന്നിഹിതരായിരിക്കുന്ന നാട്ടുകാരെ, ഭക്തജനങ്ങളെ, സുഹൃത്തുക്കളെ, ഇത്തരം ഉത്സവവേളകളിൽ പ്രത്യേകിച്ച് സംഗീത സന്ധ്യ, ശിവേലി, താളം, മേളം ഒക്കെ കേൾക്കാനായിട്ട് വന്ന നിങ്ങളുടെ മുമ്പിൽ വലിയൊരു പ്രസംഗത്തിന് സാധ്യതയുണ്ടോ, അത് ചെയ്യുന്നത് ശരിയാണോ എന്ന് തന്നെ അറിയില്ല. നിങ്ങളിൽ പലരും വലിയ ആളുകൾ, വലിയ ശതമാനം ആളുകൾ മമതാജിയെ കാണാൻ വന്നവരാണ്. ബാക്കിയുള്ളവർ എം ജി ശ്രീകുമാറിൻ്റെ ഒക്കെ സംഗീതം ആസ്വദിക്കാനും വന്നതാണ്. ഞാനിതിൽ എന്തുകൊണ്ടും അധികപ്പറ്റാണ് എന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. മിതം ച സാരം ച വചോഹി വാഗ്മിത എന്നാ പറയുക. വളരെ ചെറിയ വാക്കുകളിൽ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്നും അറിയാം. മിതമായിട്ടും സാരമായിട്ടും സംസാരിക്കുന്നതും ഇതും ഇല്ലാത്തൊരു കഴിവാണ്. പക്ഷേ ഇത്രയും ദൂരെ ഡൽഹിയിൽ നിന്ന് എന്നെ വിളിച്ചു കൊണ്ടുവന്നതിൻ്റെ ഉത്തരവാദിത്യം പ്രിയ സുഹൃത്ത് ശ്രീകുമാറിനായതുകൊണ്ട് ഞാൻ അഥവാ 5 മിനിറ്റിൽ കൂടുതൽ സമയമെടുത്താൽ അതിൻ്റെ ഉത്തരവാദിത്വവും അദ്ദേഹത്തിനാണ്. 10 നിമിഷമെങ്കിലും നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിൽ എൻ്റെ 2 ദിവസത്തെ യാത്രയ്ക്ക് യാതൊരു കാര്യവുമില്ല എന്നതുകൊണ്ട് മാത്രം 2-3 കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ദൂരദർശനെക്കുറിച്ചോ വേവ്സ് OTT-യെക്കുറിച്ചോ അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷാ ബില്ലിനെ കുറിച്ചോ ഒന്നുമല്ല. അമ്പലത്തിൻ്റെ വിഷയമായതുകൊണ്ട് ക്ഷേത്രം, ദേവതാസങ്കല്പം, അതിൻ്റെ മനുഷ്യജീവിതത്തിൽ അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ സാങ്കത്യം, ഈ 3 വിഷയങ്ങളെക്കുറിച്ച് മാത്രം അല്പനേരം. ആദ്യം അല്പം ഒരു യാദൃച്ഛികത്വത്തിൽ നിന്ന് തുടങ്ങട്ടെ. കുമാരി മമത മോഹൻദാസ് പറഞ്ഞു, ഗോഡ് ടോക്സ് ടു യു ഈദർ ആസ് മിസ്റ്ററി ഓർ ഇൻ കോയിൻസിഡൻസ്. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വാക്കാണ്. ദൈവം നിങ്ങളോട് ഒന്നുകിൽ യാദൃച്ഛികത്വത്തിൻ്റെ ഭാഷയിലൂടെ സംസാരിക്കുന്നു, കോയിൻസിഡൻസ്, അല്ലെങ്കിൽ ദൈവം നിങ്ങളോട് മിസ്റ്ററിയുടെ ഭാഷയിൽ, എന്താണെന്ന് അറിയാത്തതിൻ്റെ അതീവ രഹസ്യത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നു. അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വലിയ കാര്യം. ഇന്നത്തെ 2 യാദൃച്ഛികത്വം അല്ലെങ്കിൽ കോയിൻസിഡൻസ്, ഒന്ന് അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവരുടെ മയൂഖം എന്നുള്ള സിനിമ എൻ്റെ തറവാട് തളിപ്പറമ്പിലാണ്, കണ്ണൂർ കുർമാത്തൂർ മന, അവിടെ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. രണ്ടാമത് ഇന്നത്തെ ഈ കിരാതമൂർത്തി ക്ഷേത്രം, തൈക്കാട്ടപ്പൻ്റെ ഈ തളിപ്പറമ്പിൽ നിന്ന് 30ഓളം കിലോമീറ്റർ ദൂരെ പയ്യാവൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഞങ്ങൾ പ്രധാന ഒരാളിനായിട്ട് ഞങ്ങളുടെ അധീനതയിൽ ഉണ്ടായിരുന്ന ഒരു അമ്പലമായിരുന്നു. ഇപ്പോൾ നാട്ടുകാരൊക്കെ വിട്ടുകൊടുത്തു. കൊടക് ദേശക്കാർ വന്ന് നടത്തുന്ന, അപ്പോൾ കിരാതമൂർത്തിയുടെ ഭജനയും കിരാതമൂർത്തിയായിട്ടുള്ള ഭക്തിയും ആ അമ്പലങ്ങളുടെ നടത്തിപ്പും ഒക്കെ വളരെയധികം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ഈ 2 യാദൃച്ഛികത്വം, ക്ഷേത്രം, ദേവതാസങ്കല്പം, ക്ഷേത്രങ്ങളുടെ അല്ലെങ്കിൽ മനുഷ്യജീവിതത്തിൽ ക്ഷേത്രങ്ങളുടെ സാങ്കത്യം അല്ലെങ്കിൽ പ്രസക്തി. 8 ബില്യൺ, ഏതാണ്ട് 800 കോടി ജീവജാലങ്ങളും ജന്തുക്കളും ഈ ഭൂമുഖത്ത്, നമ്മുടേതായിട്ടുള്ള ഭൂമുഖത്തുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പുറത്തുള്ള അനന്തവിഹായസിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. 800 കോടിയോളം തരത്തിലുള്ള ജന്തുജാലങ്ങളിൽ, ഇതിൽ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ദൈവം അല്ലെങ്കിൽ ദേവതാസങ്കല്പം, ക്ഷേത്രം, ഇത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. കർമ്മം ചെയ്യുക എന്നുള്ള, ജോലി ചെയ്യുക, കർമ്മകാണ്ഡം അല്ലെങ്കിൽ കർമ്മത്തിൻ്റെതായിട്ടുള്ള മാർഗം ഈ എല്ലാ ജന്തുജീവജാലങ്ങൾക്കുണ്ടെങ്കിലും ജ്ഞാനമാർഗവും ഭക്തിമാർഗവും, ജ്ഞാനത്തിൽ കൂടി ദൈവത്തിനെ അറിയുക അല്ലെങ്കിൽ ഭക്തിയിൽ കൂടി ദൈവത്തിനെ അറിയുക, ഈ 2 മാർഗങ്ങളും മനുഷ്യ ജീവിതത്തിന് മാത്രമേ ഉള്ളൂ. അതിനുള്ള പ്രധാന ഒരു കാരണം കോഗ്നിറ്റീവ് റെവല്യൂഷൻ എന്ന ഒരു വലിയ ഒരു വിസ്ഫോടകമായിട്ടുള്ള ഒരു ബൗദ്ധിക വിപ്ലവം എന്നോ 2 ലക്ഷം കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മളായിട്ടുള്ള ഈ മനുഷ്യ ജീവിതങ്ങളിൽ മാത്രം ഉണ്ടായി എന്നുള്ളതാണ്. ബാക്കി ഒരു ജീവജാലങ്ങൾക്കും ഇല്ലാത്തതാണ് ഈ കോഗ്നിറ്റീവ് റെവല്യൂഷൻ.
ബൗദ്ധികമായിട്ടുള്ളൊരു വലിയൊരു വിസ്ഫോടനം. അതിൻ്റെ ഏറ്റവും ചെറിയൊരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അടച്ചിട്ടൊരു മുറിയിൽ ഒരു പ്രാവ് കയറി വന്നു കഴിഞ്ഞാൽ, ഒരു ചെറിയൊരു വാതിൽ കൂടി ഒരു കിളിവാതിൽ കൂടി ഒരു പ്രാവ് കയറി വന്നാൽ അതിന് നമ്മൾ എത്ര തന്നെ ഓടിക്കാൻ ശ്രമിച്ചാലും ആ തുളയിൽ കൂടി അത് തിരിച്ചു പോകുന്നില്ല. അതിനറിയില്ല ഞാൻ വന്ന തുളയിൽ കൂടിയാണ് തിരിച്ചു പോകാൻ പറ്റുക എന്നുള്ളത്. ഇതാണ് കോഗ്നിറ്റീവ് റെവല്യൂഷൻ്റെ ഏറ്റവും ചെറിയ പടി. 2 ലക്ഷത്തോളം കൊല്ലം നിയാൻഡർതാൽ മനുഷ്യന്മാർ ആദ്യം ഉപയോഗിച്ചതും അവസാനം ഉപയോഗിച്ചതുമായിട്ടുള്ള കല്ലുകൊണ്ടുള്ള പണിയായുധങ്ങൾ ഒന്ന് തന്നെയായിരുന്നു എന്നാണ് പറഞ്ഞത്. അവർക്കത് മാറ്റാനുള്ള കഴിവുണ്ടായിട്ടില്ല. ഇന്ന് നമ്മൾ ദിവസം വെച്ച്, മണിക്കൂറുകൾ വെച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബൗദ്ധിക വിജ്ഞാനം അല്ലെങ്കിൽ ബൗദ്ധിക വിപ്ലവത്തിൻ്റെ മുകളിലാണ് ബാക്കിയുള്ള എല്ലാ പ്രസ്ഥാനത്രയങ്ങൾ. അതിനുശേഷം മനുഷ്യന്മാർ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങി, ഒന്നിച്ച് താമസിച്ചു, കുടുംബമായി, സമൂഹമായിട്ട് മാറി, മറ്റ് ജീവിതകാലങ്ങൾ പൂഴ്ത്തിവെക്കാനും പിടിച്ചു പറിക്കാനും തുടങ്ങി. കാരണം കുടുംബം നമ്മൾക്ക് മാത്രമേ ഉള്ളൂ. ഇത്ര ശക്തമായിട്ടുള്ള മക്കളോടുള്ള സ്നേഹത്തോടു കൂടിയിട്ടുള്ള കുടുംബ ബന്ധം, ഞാൻ മരിച്ചാലും എൻ്റെ കുട്ടിക്ക് എന്ത് എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് ഉണ്ടാവുന്ന പൂഴ്ത്തിവെപ്പ്, അതിൽ നിന്നുണ്ടാവുന്ന ബഹളങ്ങൾ, യുദ്ധങ്ങൾ. ഈ ബൗദ്ധിക വിജ്ഞാനം വന്ന ശേഷം ഇന്ത്യയാണ് ഈ ആധ്യാത്മികത്വത്തിൻ്റെ ഈറ്റില്ലം. ആളുകൾ സംസാരിക്കാൻ തുടങ്ങി, ആലോചിക്കാൻ തുടങ്ങി, കൂടെ ചേരുന്ന മനുഷ്യന്മാരെ എങ്ങനെ നല്ല വിധത്തിലാക്കാം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉപാധിയായിട്ടാണ് ഭക്തിമാർഗവും ക്ഷേത്രസങ്കല്പവും ഉണ്ടായിട്ടുള്ളത്. ക്ഷേത്രം ആ വിധത്തിൽ നല്ല നിലയിൽ ജീവിക്കുകയാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നറിയില്ല. ക്ഷേത്രമില്ലാത്ത ദിക്കിലും നല്ല ആളുകളുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ ഈ ഒരു ഓട്ടത്തിനിടയിൽ ഒരു ശ്മശാന വൈരാഗ്യം എന്ന് പറയുന്നത്, നമ്മൾ മരിച്ച ഒരു ശ്മശാനത്തിൽ പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചു നേരം വലിയൊരു സങ്കടമാണ്. വലിയ കഷ്ടമായല്ലോ ഈശ്വര, അഹന്യഹനി ഭൂതാനി ഗച്ഛന്തി ഹിമാലയം ശേഷാൽ സ്ഥാവരമിച്ഛന്തിക്കും ആശ്ചര്യം അതഃപരം എന്ന് മഹാഭാരതത്തിലെ യക്ഷപ്രശ്നത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ശ്ലോകമുണ്ട്. മിനിറ്റ് വെച്ച് അഹന്യഹനി, ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ആളുകൾ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബാക്കിയുള്ളവർക്കൊന്നും തോന്നുന്നേയില്ല. ബാക്കിയുള്ളവരൊക്കെ വിചാരിക്കുന്നത് നമ്മൾ മരിക്കാൻ പോകുന്നില്ല, നമ്മൾ എന്നും ജീവിക്കുന്നു. ഇതിലും അത്ഭുതകരമായിട്ടുള്ള എന്താണെന്ന് ചോദിക്കുന്നത്. ഈ ഒരു ബോധം നമ്മൾക്ക് എല്ലാ ദിക്കിലും ഇല്ലെങ്കിലും ഇതിനെ ഉണ്ടാക്കാൻ, നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ നശ്വരതയെ ഓർമ്മിപ്പിക്കാൻ, നമ്മൾ നന്നാവേണ്ടതിൻ്റെ ഗുണം ആലോചിക്കാൻ ഈ ക്ഷേത്രസങ്കല്പം, ദേവതാസങ്കല്പം ഉണ്ടാവുകയാണ്. ഇതിന് പുറമേയും അമ്പലത്തിൻ്റെ കാര്യങ്ങളുണ്ട്. ദേവതാസങ്കല്പത്തിനെ കുറിച്ചാണെങ്കിൽ ശങ്കരാചാര്യർ ഷണ്മത സ്ഥാപനം 6 മതങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ശൈവം, വൈഷ്ണവം, സൂര്യം, ഗാണപത്യം, കൗമാരം, ശൈവം, വൈഷ്ണവം, ശാക്തം. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ശൈവം വൈഷ്ണവമാണ്. കാരണം ഏറ്റവും അധികം ആളുകൾ മമത ജി പറഞ്ഞു ശിവൻ്റെ, അതിൽ ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം, ശിവസങ്കല്പവുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ് ശാക്തേയ സങ്കല്പവും കൂടി. മഹാവിഷ്ണുവിൻ്റെ ഒരു സ്ത്രീപക്ഷത്തു നിന്നുള്ള ഒരു ചിന്തയാണ്. എല്ലാവർക്കും സുഹൃത്താണ്, കാമുകനാണ്, മകനാണ്, ഒരു ഉണ്ണിയാണ്, സ്ത്രീകളാണ് ശ്രീകൃഷ്ണ സങ്കല്പം കൊണ്ട് നടക്കുന്നത്. ബൗദ്ധികമായിട്ടുള്ള, പൗരുഷമായിട്ടുള്ള, താണ്ഡവത്തിൻ്റെതായിട്ടുള്ള വാക്കുകളാണ്, ഒരു ഇമേജറിയാണ് ശിവൻ്റേത്. അർദ്ധനാരീശ്വര സങ്കല്പം. മാധുർഭാഗൻ ഒരു ശരീരം ശിവശക്തിയായുക്തോ യതി ഭഗവതി എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകങ്ങളൊക്കെ ശിവൻ്റെ രാധാസഹായം അതിസുന്ദര മന്ദഹാസം പാതാലേശ മനുഷ്യം ഹൃദി ഭാവയാമി എന്ന് വളരെ മനോഹരമായിട്ടുള്ള കവിതകൾ മഹാവിഷ്ണുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അവൃഷ്ടി സംരംഭം ഇവാംബുവാഹം അപാവിവാധാരമനുത്തരംഗം എന്നൊക്കെയുള്ള കാളിദാസൻ്റെ അതിഭയങ്കരമായി പേടിപ്പിക്കുന്ന ഇമേജറിയാണ്. പെയ്യാൻ പോകുന്ന മഴ ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് പോലെയുള്ളൊരു, അല്ലെങ്കിൽ തിരയിൽ അനക്കമില്ലാത്ത കടൽ പോലെ, നിവാദ നിഷ്കമ്പ ഇവ പ്രദീപം, യാതൊരു കാറ്റുമില്ലാത്ത പ്രദീപം അതിലും കത്തി നിൽക്കുന്ന വലിയൊരു വിളക്ക് പോലെ എന്നൊക്കെയുള്ള പേടിപ്പിക്കുന്ന ഭയാനകമായിട്ടുള്ള ദേവതാസങ്കല്പങ്ങളാണ് ശിവനെ. ഇതിൽ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാലത്ത് കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് തളിയാതിരിമാതിരൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു ഭരണശിലാ കേന്ദ്രം കൂടിയായിരുന്നു. കേരളത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും എല്ലാ ദിക്കിലും അമ്പലങ്ങൾ ഭരണശിലാ കേന്ദ്രങ്ങളായിരുന്നു. അവിടെ സ്വത്തിൻ്റെ വലിയൊരു മേൽക്കോയ്മ ഉണ്ടായിരുന്നു. കല മുതലായിട്ടുള്ള കാര്യങ്ങൾ അവിടെ വളർന്നു വന്നിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഒരു ക്രിയേറ്റീവ് ഇക്കോണമിയുടെ, ഇന്നിപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ ഈ ഉത്സവത്തിൻ്റെ മുകളിൽ ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ ചെലവ്, അവിടെ വലിയ വലിയ കലാകാരന്മാർ വരുന്നു. ഒരു കാലത്ത് ഈ അമ്പലങ്ങൾ നടത്തിയിരുന്ന അതേ കർമ്മങ്ങളാണ് ഇന്നിപ്പോൾ വേറൊരു മാർക്കറ്റ് ഫോഴ്സിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അമ്പലങ്ങൾ ചെയ്യുന്നത്. വേറൊരു കാര്യം, അമ്പലം നാട്ടുകാരെ കൂട്ടി ഉറപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ മണ്ണല ക്ഷേത്രത്തിൻ്റെ തന്നെ വലുതായിട്ടുള്ള ഐതിഹ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, പെരുന്തച്ഛൻ്റെ കഥയാവട്ടെ, അല്ലെങ്കിൽ കിരാതമൂർത്തിയുടെ കഥയാവട്ടെ, വ്യക്തികൾക്ക്, അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക്, കുടുംബങ്ങൾക്ക് ഒരു ബോണ്ടേജ് ഉണ്ടാവാൻ
ഇത്തരം കഥകളിൽ കൂടി ഒരു സ്വത്വം, ഐഡൻറ്റിറ്റി നൽകിക്കൊണ്ടുവന്നിരുന്നു ഈ അമ്പലങ്ങൾ മുഴുവൻ. ഇതാണ് അമ്പലത്തിൻ്റെ മൂന്നാമത്തെ ഒരു കർമ്മം. മനുഷ്യനെ നന്നായിട്ട് ജീവിക്കുക എന്നുള്ളതൊരു തീർച്ചയായിട്ടും ഉണ്ട്. അത് ഒഴിവാക്കാം. അത് ഭക്തിയില്ലാത്ത എത്രയോ ആളുകളും നല്ല ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ നല്ലത് ചെയ്യാനാണ്, ഇത് ഇവരൊക്കെ പറഞ്ഞതുപോലെ നല്ലത് ചെയ്യാനാണ് നമ്മൾ ജനിച്ചതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ചെറിയ കാലത്തിനിടയിൽ പലവർക്കും ഗുണം ചെയ്യണമെന്നതിന് അമ്പലത്തിൽ പോകണമെന്നൊന്നുമില്ല. അമ്പലത്തിൽ പോകാത്ത ആളുകൾക്കും നല്ലത് ചെയ്യാം. പക്ഷെ അതിന് താല്പര്യം, അതിനുള്ള സമയമില്ലാത്തവർക്ക് അല്പമെങ്കിലും അവൻ്റെ ഒരു വഴിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ ഉള്ള ഒരു വഴി ഇത് ഈ അമ്പലം, ഈ ക്ഷേത്രസങ്കല്പമാണ്. അത് വളരെ നന്നായിട്ട് നടത്തുന്ന ഈ തൈക്കാട്ടപ്പൻ, ഈ വെണ്ണല തൈക്കാട്ടപ്പൻ ക്ഷേത്ര സമിതിയെ അങ്ങേയറ്റം ഞാൻ അഭിനന്ദിക്കുകയാണ്. അമ്പലം വളരെ നല്ല നിലയിൽ നടത്തിയതുകൊണ്ട് മാത്രം പലരും കേട്ടിട്ടുണ്ടാവും. അമ്പലം നന്നാക്കുന്നതിനെ കുറിച്ച് ചെറിയൊരു കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. 10 മിനിറ്റ് എടുത്തു, ക്ഷമിക്കണം. ഒരാൾ രാവിലെ എഴുന്നേറ്റ് പുറത്ത് എവിടെയോ ദേഹശൗചത്തിന് വേണ്ടി പോയി ഇരുന്നിട്ട് ആ ഒരു അമ്പലം കണ്ടു. ഇതൊന്ന് നന്നാക്കണമല്ലോ, വൃത്തിയാക്കണമല്ലോ എന്നൊക്കെ അദ്ദേഹം വിചാരിച്ച് ശൗചം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ഇതിനെക്കുറിച്ച് ആലോചിച്ചു എന്നാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു ജ്യോതിഷിയുടെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ജ്യോതിഷി ഈ ജാതകൻ മരിച്ചു പോയല്ലോ എന്ന് പറയുകയാണ്. പലരും നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടാവും. ഇല്ലല്ലോ, ഞാൻ മരിച്ചിട്ടില്ല, ഞാനാണ് ജാതകൻ എന്ന് പറയുക. അപ്പോൾ അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ ചോദിച്ചു, എന്താ നിങ്ങൾ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു അമ്പലം നന്നാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. എവിടെ ഇരുന്നിട്ട് ആലോചിച്ചതെന്ന് ചോദിച്ചു. ദേഹശൗചത്തിന് പോയ സമയത്ത് ഒരു കുഴിയിലേക്കാണ് നോക്കുമ്പോൾ ആ കുഴിയിലൊരു വലിയ പാമ്പിൻ്റെ മാളായിരുന്നു എന്നാണ്. അത് മുഴുവൻ ഈ അമ്പലം നന്നാക്കുന്നതിനെ കുറിച്ച് വിചാരിച്ചത് കൊണ്ട് മാത്രം അവൻ്റെ ആയുസ് മാറി കിട്ടി എന്നുള്ള കഥയായിട്ട് മാത്രം വിശ്വസിച്ചാൽ മതി. ഇതിൻ്റെ പുണ്യകർമ്മത്തിൻ്റെ ഫലത്തിനെക്കുറിച്ച് മാത്രം ബഹളമാണ്, സംസാരിക്കുന്നില്ല. എനിക്ക് അനുവദിച്ച സമയവും കഴിഞ്ഞു. നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ, ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. വിളിച്ചതിനും നന്ദി, എന്നെ കേട്ടതിനും നന്ദി. താങ്ക് യു ഫോർ അറ്റൻഷൻ. ജയ് ഹിന്ദ്.